ടൂറിസം വകുപ്പും ആയുർവേദ പ്രൊമോഷൻ സൊസൈറ്റിയും ചേർന്ന് നടത്തുന്ന പ്രഥമ അന്താരാഷ്ട്ര ആയുർവേദ വെൽനസ് കോൺക്ലേവിന് തുടക്കം. ടൂറിസം മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. 34 രാജ്യങ്ങളിൽ നിന്നുള്ള 120-ൽ പരം വിദേശ പ്രതിനിധികൾ, രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള 50 വ്ലോഗർമാർ, സംസ്ഥാനത്ത് നിന്നുള്ള 100-ലേറെ സെല്ലർമാർ തുടങ്ങിയവരാണ് കോഴിക്കോട് നടക്കുന്ന ദ്വിദിന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഹോട്ടൽ ട്രിപ്പന്റയിൽ നടന്ന ഉദ്ഘാടനം ടൂറിസം വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. Ayurveda and wellness as a credible, ethical and globally relevant health ecosystem. Kerala has earned international recognition as the home of authentic Ayurveda, supported by a favorable climate, rich biodiversity, traditional knowledge base and a strong network of qualified practitioners. മേയർ ഒ സദാശിവൻ അധ്യക്ഷനായി. ആയുർവേദ മരുന്നുകളുടെ വിശ്വാസ്യത കേരളത്തെ സംബന്ധിച്ച് മികച്ച നിക്ഷേപമാണെന്ന് കേരള ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ സജീവ് കുറുപ്പ്, കോട്ടക്കൽ ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റി പി. മാധവൻകുട്ടി വാര്യർ, KTM സൊസൈറ്റി മുൻ പ്രസിഡന്റ് ബേബി മാത്യു സോമതീരം, മലബാർ ചേംബർ പ്രസിഡന്റ് നിത്യാനന്ദ കാമത്ത്, കാലിക്കറ്റ് ചേംബർ പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി, മലബാർ ടൂറിസം സൊസൈറ്റി പ്രസിഡന്റ് ജിഹാദ് ഹുസൈൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രമുഖ ടൂറിസം വ്യവസായികളായ ജോസ് ഡൊമിനിക്, ധനഞ്ജയൻ K. മച്ചിങ്കൽ, KV രമേശ്, പോളി മാത്യു സോമതീരം എന്നിവർക്ക് ആയുർവേദ ടൂറിസത്തിലെ സംഭാവനകൾക്ക് ആജീവനാന്ത പുരസ്കാരം സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടതുപക്ഷം ജീവൻ നൽകിയ RSSനെ പ്രതിരോധിച്ചവരാണ്